ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാണിയംകുളം പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ജനവിരുദ്ധ ബഡ്ജറ്റ് എന്ന് BJP. കഴിഞ്ഞ ദിവസം വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചത് ജനവിരുദ്ധ ബഡ്ജറ്റ് എന്ന് BJP മെമ്പർമാർ. നടപ്പിലാക്കാൻ കഴിയാത്ത ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്നും കാലങ്ങളായി ഇതുതന്നെയാണ് തുടരുന്നതെന്നും BJP ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയും വാണിയംകുളം പഞ്ചായത്ത് മെമ്പറുമായ ജയരാജൻ. ആ ബഡ്ജറ്റ് തീർത്തും ജനവിരുദ്ധ ബഡ്ജറ്റായിട്ടാണ് വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം അതിൽ പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ പറഞ്ഞുകൊണ്ടാണ് അവർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വലിയ വലിയ സംഖ്യകൾ അതൊന്നും ഈ കണ്ട കാലമായിട്ടും നടപ്പാക്കാൻ പറ്റാത്ത കുറച്ച് എമൗണ്ടുകളാണ് അവർ പറഞ്ഞത്, സംഖ്യകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാലങ്ങളായിട്ട് അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, സംഖ്യകൾ കൊടുത്ത സംഖ്യകൾ ചിലവാക്കാൻ പറ്റാതെയാണ് അവർ ഈ ബഡ്ജറ്റും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തീർത്തും ജനവിരുദ്ധ ബഡ്ജറ്റായിട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ കണക്കാക്കുന്നത്. കാർഷിക മേഖല, റോഡ്, പാർപ്പിടം എന്നിവയ്ക്ക് വലിയ ഫണ്ട് വകയിരുത്തുകയല്ലാതെ നടപ്പിലാക്കുന്നില്ല എന്നതാണ് BJPയുടെ ആരോപണം. വയോജനങ്ങളെയും ജനറൽ വിഭാഗത്തെയും ബഡ്ജറ്റിൽ അവഗണിച്ചതായും മായാജാലങ്ങൾ തീർത്ത ബഡ്ജറ്റായി മാറിയെന്നും ജയരാജൻ പറഞ്ഞു. ജനറൽ വിഭാഗത്തിന്റെ ആൾക്കാരെയും ഇതിൽ തീർത്തും അവഗണിച്ച ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഇത്. നമുക്ക് തീരദേശ റോഡിൻ്റെ വേണ്ടിയിട്ട് ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ വെറുതെ ഈ കണക്കിലെ മായാജാലങ്ങൾ തീർത്ത ഒരു ബഡ്ജറ്റ് ആണിതിൽ. ജനകീയ ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചതെന്നും തട്ടിക്കൂട്ട് ബഡ്ജറ്റാണ് നടന്നതെന്നും ജയരാജൻ ആരോപിച്ചു. പരിശോധിച്ചാൽ അറിയാം, ആ പ്രിന്റിങ് കൂടി വ്യത്യാസമാണ്. അതുകൂടി ഒന്ന് കണക്കാക്കിയിട്ട് വേണം ഈ ബഡ്ജറ്റിനെ നമ്മൾ വിലയിരുത്താൻ. തീർത്തും ഒരു ജനകീയ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, തട്ടിക്കൂട്ട് ബഡ്ജറ്റ്, അത് മാത്രമേ ഇത് പറയാൻ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തി BJP മെമ്പർമാർ ഇറങ്ങിപ്പോയിരുന്നു. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അംഗീകാര യോഗത്തിൽ BJP മെമ്പർമാർ പങ്കെടുത്തിരുന്നെങ്കിലും യോഗം തീരുന്നതിന് മുൻപായി ഇറങ്ങിപ്പോയി.